ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷേ നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതാണ് പ്രധാനം. ഏത് കാര്യമാണെങ്കിലും നമ്മളെക്കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് ആഗ്രഹങ്ങളാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ ഡോഗി പോസിൻ്റെ ചില രീതികളെക്കുറിച്ചും അത് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പങ്കാളിയുടെ സൗന്ദര്യം ഏറ്റവും അധികം വ്യക്തമാക്കുന്ന ഒരു മെത്തേഡാണിത്. കാരണം ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഈ പിൻഭാഗത്താണ്. ചിലരെ സംബന്ധിച്ച് ഈ മെത്തേഡുകളൊക്കെ ഇങ്ങനെ മാറി മാറി ചെയ്യുന്നതാണ് ഒരു രസമായിട്ട് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ലൈംഗികതയെ ശക്തമാക്കുന്നത് രണ്ട് തരത്തിലുള്ള ഊർജ്ജമാണ്. ഒന്ന് സ്ത്രൈണ ഊർജ്ജം, മറ്റൊന്ന് പുരുഷ ഊർജ്ജം. അപ്പോൾ ഈ രണ്ട് ഊർജ്ജത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, രീതികളുണ്ട്. ഇനി ഏത് ടൈപ്പിലുള്ള വ്യക്തികൾ ചെയ്താലും അവിടെ ഈ രണ്ട് ഊർജ്ജം ഉണ്ടാവും. അത് ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ഉണ്ടാവും, ലെസ്ബിയൻസ് ആണെങ്കിലും ഉണ്ടാവും. സ്ത്രൈണതയിൽ ചില സമയങ്ങളിൽ ഒരു വിധേയത്വത്തിൻ്റെ ഭാവം വരും. എന്നാൽ പൗരുഷത്തിൽ അതിന് പകരമായിട്ട് ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ടൊക്കെയുള്ളൊരു ഭാവമാണ്. ഞാനീ പറഞ്ഞ അടിസ്ഥാനപരമായൊരു കാര്യമാണ് കേട്ടോ. ചില മെത്തേഡുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമാകും എന്ന് കരുതി എപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലാകണമെന്നില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെ മാറി മാറി വരും. ഇവിടെ ഒരു ഊർജം അടി കിട്ടാനായിട്ട് കൊതിക്കുന്നു, മറ്റൊരു ഊർജം അടിക്കാനായിട്ട് കൊതിക്കുന്നു. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ ഊർജ്ജങ്ങൾ ഒന്നിക്കുമ്പോൾ അവിടെ ഒരു ശക്തി ഉണ്ടാവും, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. മാത്രമല്ല ഓപ്പോസിറ്റിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാനും നോക്കും. ഇപ്പോൾ പങ്കാളികളാണെങ്കിലും തുടക്കത്തിലെ തന്നെ ഈ ഒരു മെത്തേഡിലോട്ടങ്ങ് വരുമല്ലോ. പല രീതിയിലും പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടാണല്ലോ ഈ ഒരു മെത്തേഡിലോട്ടൊക്കെ എത്തുന്നത്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് നല്ല സ്നേഹവും വിശ്വാസവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുംബിച്ചാൽ മാത്രം മതി, അവർ ആ മൂഡിലേക്ക് വരും. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടതാണ്. അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്കൊരു പ്രത്യേക ആവേശമാണ്. അപ്പോൾ ഈ വെറൈറ്റികൾ ഈ മാറി മാറി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ വെറൈറ്റിക്കും അല്ലെങ്കിൽ ഓരോ മെത്തേഡിനും ഓരോ ടൈപ്പ് ഊർജ്ജമാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ നിന്നുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു മെത്തേഡുണ്ടല്ലോ, അതും കൂടെ ഇതിനിടയ്ക്ക് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ പങ്കാളികൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസികമായ ഒരു അടുപ്പം ഉണ്ടാവും, ശാരീരികമായ ഒരു ആകർഷണം ഉണ്ടാവും. തന്നെയല്ല എപ്പോഴും ഒരുപോലെയാണ് എന്നൊരു ഫീൽ ഉണ്ടാകത്തുമില്ല. അതുപോലെ ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നല്ല ആത്മവിശ്വാസമുള്ളവരായിരിക്കും, അതുപോലെ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളവരായിരിക്കും. അതുപോലെ രണ്ടുപേരും ഈ സമയത്ത് ഫേസ് ടു ഫേസ് അല്ലാത്തതുകൊണ്ട് അവരുടേതായിട്ടുള്ളൊരു ലോകത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മെത്തേഡിനെ ഏറ്റവും അധികം സുന്ദരമാക്കുന്നത് ആ സമയത്ത് കാണുന്ന ഭാവനയാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് പിൻഭാഗത്തിനോടുള്ള ആകർഷണമെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഉള്ളൊരു പ്രതിഭാസമാണ്. അതിന് ഷേപ്പ് കൊടുക്കുന്നത് ഹിപ്പ് ബോണും അതുപോലെ തന്നെ ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിൽസുമാണ്. ചിലർക്ക് ജന്മനാ തന്നെ നല്ല ഷേപ്പുള്ളവരാണ്, ചിലരങ്ങനെയല്ല, വ്യായാമം ചെയ്ത് ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നവരാണ്. കാരണം ബെല്ലി ഫാറ്റ് മാക്സിമം കുറച്ചാൽ ഇതിന് നല്ല ഷേപ്പ് തോന്നിക്കും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഏറ്റവും ഇഷ്ടം ആ മെത്തേഡ് ലാസ്റ്റിലേ ചെയ്യാവുള്ളൂ. ചിലർ ഫോർ പ്ലേ കൂടുതൽ സമയം ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വാഗൊണ്ട് ചെയ്യുന്ന രീതി കൂടുതലായിട്ട് ചെയ്യണം. ഈ സമയത്ത് ഓക്സിറ്റോസിൻ അതുപോലെ വാസോപ്രസിൻ പോലുള്ള ഹോർമോണുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഇത് ടെൻഷൻ്റെ ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവിനെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രീതി കഴിയുന്നവർ പിന്നെ കുറേ മണിക്കൂറത്തേക്ക് ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ സമയം മാക്സിമം സ്നേഹിക്കുക, ഫേസ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം നമ്മുടെ മനസ്സിനകത്തുള്ള സങ്കല്പത്തിനനുസരിച്ചുള്ള വെറൈറ്റിയിലേക്ക് പോയാൽ മതി. അപ്പം നമുക്ക് ആത്മവിശ്വാസമുള്ള ഭാഗത്ത് കൂടുതലായിട്ട് പെരുമാറുമ്പോൾ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നും. അതുപോലെ മിക്ക പുരുഷന്മാരെ സംബന്ധിച്ചും അവർക്ക് സ്നേഹമുള്ള പങ്കാളിയുടെ പിൻഭാഗത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരിക്കും. ആ ഒരു ഇഷ്ടം അവർ പല രീതിയിലും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അവരെ കൂടുതലും സന്തോഷവതികളാക്കുന്നുണ്ട്. അതുപോലെ ഈ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട് പല വേരിയേഷൻസും ഉണ്ട്. ചിലർക്കാണെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തെ ആ സങ്കല്പം ഉണ്ടല്ലോ, അതാണ് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.